السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ബനൂ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട ഒരു മഹാനായ പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ 25 തവണ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു സ്ത്രീയുടെ നാമമാണ് പറയപ്പെട്ടിട്ടുള്ളത്. അവർ മറിയം റളിയല്ലാഹു അൻഹയാണ്. ആ ശ്രേഷ്ഠയായ മഹദിയുടെ മകനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനം ഒരത്ഭുതവും ഒരു ദൃഷ്ടാന്തവുമാണ്. ഒരു പിതാവുമില്ലാതെയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് എന്നതാണ്. തൊട്ടിലിരിക്കുന്ന പ്രായത്തിൽ തന്നെ സംസാരിച്ച 3 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞാണ് ഈസാ നബി അലൈഹിസ്സലാം. ഒരു ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടി വന്നതിൽ ധാരാളം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്ന ഒരു മഹദിയാണ് മറിയം റളിയല്ലാഹു അൻഹ. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഈസാ നബി അലൈഹിസ്സലാമിലേക്ക് ചൂണ്ടുകയാണ് അവർ ചെയ്തത്. വിശുദ്ധ ഖുർആനിൽ എന്താണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ തൊട്ടിലിരിക്കുമ്പോൾ സംസാരിച്ചത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 30 മുതൽ 33 വരെയുള്ള വചനങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ തൊട്ടിലിൽ വെച്ച് സംസാരിച്ച ആ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അദ്ദേഹം പറയുകയാണ്, ഇന്നി അബ്ദുല്ലാഹ്, തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ആതാനിയൽ കിതാബ്, എനിക്ക് വേദഗ്രന്ഥം നൽകി. വജഅലനി നബിയ, എന്നെ നബിയാക്കുകയും ചെയ്തു. വജഅലനി മുബാറക്കൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും എന്നോട് നമസ്കരിക്കുവാനും സകാത്ത് കർമ്മം കൊടുത്തുവിട്ടുവാനും വസിയത്ത് നൽകിയിരിക്കുന്നു എൻ്റെ റബ്ബ്. വവർറം ബിവാലിദതി, എൻ്റെ മാതാവിന് നന്മ ചെയ്യുവാനും എന്നോട് ഉപദേശിച്ചിരിക്കുന്നു. വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ, അവൻ എന്നെ നിഷ്ഠൂരനും ഭാഗ്യം കെട്ടവനുമാക്കിയിട്ടില്ല. വസ്സലാമു അലയ്യ യൗമ വുലിത്തു വയൗമ അമൂത്തു വയൗമ ഉബ്അതു ഹയ്യ, ഞാൻ ജനിക്കുമ്പോഴും ഞാൻ ഇനി മരിക്കുമ്പോഴും എപ്പോഴാണോ ഞാൻ പുനർത്തെഴുന്നേൽപ്പിക്കുന്നത് അപ്പോഴും എന്നിലേക്ക് സമാധാനമാണ് ഉണ്ടായിരിക്കുക എന്നും മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എത്ര കൃത്യവും വ്യക്തവുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇസ്രായേലിലേക്ക് പ്രവാചകനായി നിയോഗിച്ച അദ്ദേഹത്തെ ചിലർ വിശ്വസിക്കുകയും ചിലർ അവിശ്വസിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൽ അവിശ്വസിച്ചവരാണ് ജൂതന്മാർ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാർഗഭ്രംശം സംഭവിച്ചവരാണ് ക്രിസ്ത്യാനികൾ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ദൈവം എന്ന് വിശ്വസിക്കുന്നവർ ക്രൈസ്തവരുടെ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. അതേപോലെ തൃത്വത്തിൽ വിശ്വസിക്കുന്നവരും, അഥവാ ദൈവം, ദൈവപുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 4-ാം അധ്യായം സൂറത്തു നിസായിലെ 171-ാമത്തെ വചനത്തിൽ റബ്ബ് പറഞ്ഞു, യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിര് കവിഞ്ഞു പോവരുത്. വലാ തഖൂലു അലല്ലാഹ് ഇല്ലൽ ഹഖ്, സത്യമല്ലാതെ അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ പറയരുത്. ഇന്നമൽ മസീഹു ഈസ ബിനു മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹ്,
അള്ളാഹുവിൻ്റെ റസൂലാണ്. വകലിമതുഹു അൽഖാഹ ഇല മറിയം, മറിയമിലേക്ക് ഇട്ടുകൊടുത്ത വചനവുമാകുന്നു. വറൂഹും മിൻഹ്, അവനിൽ നിന്നുള്ള ഒരു ആത്മാവുമാകുന്നു ഈസാ അലൈഹിസ്സലാം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫആമിനു ബില്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക. വറുസുലിഹി, അവൻ്റെ പ്രവാചകന്മാരിലും നിങ്ങൾ വിശ്വസിക്കുക. വലാ തഖൂലു, നിങ്ങൾ പറയരുത് തലാസ, തൃത്വം എന്ന് നിങ്ങൾ പറയുകയും ചെയ്യരുത്. ഇൻതഹൗ, അതിൽ നിന്ന് നിങ്ങൾ വിരമിക്കുക. ഖൈറൻ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്, ഏക ഇലാഹ് അള്ളാഹു മാത്രമാകുന്നു. സുബ്ഹാനഹു അൻ യകൂന ലഹു വലദുൻ, അവൻ സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനാകുന്നു. ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവൻ്റേത് മാത്രമാണ്. വഖഫാ ബില്ലാഹി വക്കീല, കൈകാര്യകർത്താവായി അള്ളാഹു തന്നെ മതിയായവനാണ്. എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അതേപോലെ തന്നെ ജൂതന്മാരുടെ മറ്റൊരു വാദമാണ് ഞങ്ങൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊന്നു എന്നുള്ള അവരുടെ വാദം. അതേപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം കുരിശിലേറി മരിച്ചിരിക്കുന്നു എന്നാണ് ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത്. അതിനും അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ്? 4-ാം അധ്യായം സൂറത്തു നിസാഇൻ്റെ 157-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയം റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലായ മറിയമിൻ്റെ പുത്രനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നുള്ള അവരുടെ വാക്ക് കാരണം അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വമാ ഖതലൂഹു വമാ സ്വലബൂഹു, എന്നാൽ അവർ അദ്ദേഹത്തെ കൊന്നിട്ടുമില്ല, അവർ കുരിശിലേറ്റിയിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. വ ഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി അവർ സംശയത്തിൽ തന്നെയാകുന്നു. മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലത്തിബാ അദ്വൻ, ഊഹാപോഹത്തെ പിൻപറ്റുകയല്ലാതെ അതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ഇൽമുമില്ല എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് ആ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? വമാ ഖതലൂഹു യഖീന, ഉറപ്പായിട്ടും ഈസാ നബിയെ അവർ കൊന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനിയോ സുഹൃത്തുക്കളെ, അതിന് തെളിവായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നു. അവസാന കാലത്ത് ഈസാ നബി അലൈഹിസ്സലാം ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഇസ്ലാമിൻ്റെ സത്യതയും മറ്റുള്ളതിൻ്റെ നിരർത്ഥകതയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഇറങ്ങി വരവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതവർക്ക് ബോധ്യപ്പെടുകയും അവർ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തനിക്ക് ശേഷം വരാനിരിക്കുന്ന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ദൗത്യവും കൂടിയാണ്. അതും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 61-ാം അധ്യായം സൂറത്തു സഫിലെ 6-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ ഒരാൾക്കും തന്നെ യഥാർത്ഥ വിശ്വാസിയാവാൻ കഴിയുകയില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 153-ാമത്തെ ഹദീസ് അതാണ് അറിയിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ നബിയെക്കുറിച്ച്, മുഹമ്മദ് നബിയെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മനസ്സിലാക്കിയിട്ട്, അവർ കേട്ടിട്ട്, ഏതൊരു ജൂതനാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ വിശ്വസിക്കാതെ അവർ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നരകമല്ലാതെ മറ്റൊന്നും അവർക്കില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനങ്ങളെ ഏതൊരു ആശയത്തിലേക്കാണോ, ഏതൊരു ആദർശത്തിലേക്കാണോ ക്ഷണിച്ചിട്ടുള്ളത്, അതേ ആദർശത്തിലേക്ക് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ക്ഷണിച്ചിട്ടുള്ളത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷണിച്ചിട്ടുള്ള പല വിശുദ്ധ ഖുർആനിലെ വചനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവ് അള്ളാഹു ആകുന്നു,
അതുകൊണ്ട് ഫഅബുദൂ, അവനെ നിങ്ങൾ ആരാധിക്കണേ. ഹാദാ സിറാത്തും മുസ്തഖീം, അതാണ് നേരായ മാർഗം എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പല സ്ഥലങ്ങളിലും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമുദായത്തെ ക്ഷണിച്ച പല വചനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതേ ആശയത്തിലേക്ക് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ആശയമാണ് യഥാർത്ഥമായ ആശയം, അതാണ് നേരായ മാർഗം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.